അതായത് ജനസംഖ്യയ്ക്ക് ചുരുക്കം. ഒരു സെക്കൻഡ് സാർ. അപ്പൊ ചുരുക്കം വനിതാ സംവരണത്തിന് താല്പര്യമില്ല അല്ലേ? പ്രധാനമന്ത്രിയുടെ വാക്കൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചില്ല, പോയി വീട്ടിലിരിക്കേണ്ടി വരും. ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചതുകൊണ്ടാണ് 11ാമത്തെ വർഷവും ഞങ്ങൾ ഇന്ത്യ ഡീലിമിറ്റേഷൻ ഉണ്ടായല്ലോ കേരളത്തില്. അന്ന് 2008 ഡീലിമിറ്റേഷനിൽ 4 സീറ്റ് മലപ്പുറത്ത് കൂടിയില്ലേ? ചോദിക്കുന്നത് 4 സീറ്റ് മലപ്പുറത്ത് കൂടി എന്നു മാത്രമല്ല, ഈ മലബാർ ഏരിയയിൽ സീറ്റ് കൂടുകയും തെക്കൻ കേരളത്തിൽ സീറ്റ് കുറയുകയും ചെയ്തു. അന്ന് ഈ ജോൺ ബ്രിട്ടാസ് എടുത്ത നിലപാടെന്താ? ഗോപാലകൃഷ്ണൻ, ഇന്ദിരാഗാന്ധി 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞ 84ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടല്ലോ, അത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി, എൽ കെ അദ്വാനി ഉപപ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അന്ന് അടിയന്തരാവസ്ഥയില്ല, ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇല്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇന്ന് തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ബ്ലാക്ക് ഡേ ആയിരുന്നു. അവിടെ കരിങ്കൊടി ഉയർത്തി DMK-യും അതുപോലെ അവരുടെ സഖ്യകക്ഷികളും പ്രതിഷേധിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് പോവാം. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? രാജ്യത്ത് ഇങ്ങനെ ഫെഡറൽ ബാലൻസിനെ തകിടം മറിക്കുന്ന നിലയ്ക്കുള്ള ഒരു തീരുമാനം ഉണ്ടായാൽ വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാം. അതൊരു നാഷണൽ ഇന്റഗ്രേഷന് തന്നെ ഗുണകരമാകാത്ത വിധത്തിലേക്ക് പലതരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ വഴിമാറാം, വൈകാരിക വിഷയമാകാം. ഇത് ആ തരത്തിൽ രാജ്യത്തെ ആകെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ അത് അഡ്രസ് ചെയ്യാനുള്ള ബാധ്യത വാജ്പേയിയെ പോലെ നരേന്ദ്രമോദിക്കില്ലേ? ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഞാൻ ആദ്യം താങ്കൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് വളരെ സ്നേഹത്തോടെ അഭിലാഷോട് പറയാണ്, അഭിലാഷ് എന്നെ തടസ്സപ്പെടുത്തരുത്. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? കാരണം ഈ ചക്കെന്ന് പറയുമ്പം ചുക്കെന്ന് പറയുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ചോദിച്ചതിനൊന്നുമല്ല ഉത്തരം പറയുന്നത്. വാജ്പേയിയുടെ സർക്കാരിന്റെ പേര് പറഞ്ഞു, അതിനുശേഷം മൻമോഹൻ സിംഗിന്റെ 10 വർഷം പറഞ്ഞത് അയാളങ്ങ് വിഴുങ്ങിപ്പോയി. അപ്പോൾ വിഴുങ്ങലല്ല ആവശ്യം, കൃത്യമായ കാര്യം പറയണം. എന്തുകൊണ്ട് നിങ്ങൾ നടപ്പാക്കിയില്ല? അതല്ല ഉദ്ദേശം. അതിന് നിങ്ങൾ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? ഞങ്ങൾ നടപ്പാക്കിയതേ, ഞങ്ങൾ 2023 കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ സാർ ഇയാൾ ഏത് ചർച്ച വന്നാൽ ഈ കളവാ, ഇയാൾ ഏത് ചർച്ച വന്നാൽ ഈ അലമുണ്ടാക്കൽ, ഇയാൾ ഏത് ചർച്ച വന്നാൽ ഈ അലമുണ്ടാക്കാൻ പണി. അങ്ങനെ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പറയണോ? ഞാന് കോൺഗ്രസിന്റെ വക്താവ് സംസാരിച്ചപ്പോ അത് മുഴുവൻ കേട്ടിരുന്ന ആളാണല്ലോ. ഞാനൊരക്ഷരം പോലും അതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഞാനൊരക്ഷരം പോലും മറുപടി പറഞ്ഞില്ലല്ലോ. അപ്പൊ എനിക്ക് തരുന്ന സമയത്തിനിടെ കാര്യം സംസാരിക്കുന്നത് ഒരു നാണം കെട്ട സ്വഭാവമാണ്. നിനക്ക് നാണമുണ്ടോ? ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്ലോട്ടിൽ ഇദ്ദേഹം പറഞ്ഞു സവർണ ഹിന്ദുത്വത്തിന്റെ നേതാവാണ് നരേന്ദ്രമോദി. ഞാനത് വിട്ടുകളഞ്ഞു. അതിനൊന്നും മറുപടി പറയാൻ അർഹിക്കാത്ത കൊണ്ട് ഞാൻ വിട്ടു. അദ്ദേഹം പക്ഷേ ഇത് വീണ്ടും അദ്ദേഹം ഉച്ചരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മിസ്റ്റർ കോൺഗ്രസ് വക്താവേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിത് MLA, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ MP-മാര്, MLA-മാര് എന്ന് മാത്രമല്ല ഇന്ത്യയുടെ രാഷ്ട്രപതി, 2 രാഷ്ട്രപതി, നിങ്ങൾ മനസ്സിലാക്കിക്കോ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് കൊണ്ടുവന്നത് BJP ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP BJP ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MLA ദളിത് വിഭാഗത്തില് BLA ആണ്. പിന്നെ വെറുതെ ഇരുന്ന സവർണ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ ഈ വായാടിത്തം നിർത്ത്, അക്കാഡമിക്കായിട്ട് സംസാരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ദക്ഷിണേന്ത്യയും നോർത്ത് ഇന്ത്യയും ഇവിടെ നേരത്തെ വളരെ കൃത്യമായ ചോദ്യമാണ് ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ചത്. ആ ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ചതിന് അദ്ദേഹം അങ്ങ് ഒഴിഞ്ഞു മാറി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? എന്നിട്ട് പറയാണ് അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് നാളെ ഇനിയും ഇത് ഈ രീതിയിലാണെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് വേണ്ടി വരുമല്ലോ MP-മാർക്ക് ഇരിക്കാനാ ചോദിച്ചേ. ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. 2008 ഡീലിമിറ്റേഷൻ ഉണ്ടായല്ലോ കേരളത്തില്. അന്ന് 2008 ഡീലിമിറ്റേഷനിൽ 4 സീറ്റ് മലപ്പുറത്ത് കൂടിയില്ലേ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. ഞാൻ ചോദിക്കുന്നത് 4 സീറ്റ് മലപ്പുറത്ത് കൂടി എന്നു മാത്രമല്ല, ഈ മലബാർ ഏരിയയിൽ സീറ്റ് കൂടുകയും തെക്കൻ കേരളത്തിൽ സീറ്റ് കുറയുകയും ചെയ്തു. അന്ന് ഈ ജോൺ ബ്രിട്ടാസ് എടുത്ത നിലപാടെന്താ? കയ്യിന്ന് പോയടാ ചാർലി. അന്ന് കോൺഗ്രസ് ഇന്നത്തെ നിലപാട് ഈ സെൻസസ് പ്രകാരം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 4 സീറ്റ് മലപ്പുറത്ത് കൂടുമോ? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായതുകൊണ്ടാണ് മലപ്പുറത്ത് സീറ്റ് കൂടിയത്. അന്ന് ഇവർ അനുകൂലിച്ചവരല്ലേ? അന്ന് അവർ എതിർത്തിരുന്നോ? അതും ശരിയാണല്ലോ.
വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ഇപ്പൊ കേരളത്തിൽ അത് മിണ്ടിയിട്ടില്ല. ഇപ്പൊ ഇന്ത്യയിൽ ജനപ്രാതിനിധ്യ നിയമവും അനുസരിച്ച് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. 25 ലക്ഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തു വരുന്നു ഒരു എംപിക്ക് ആന്ധ്രാപ്രദേശിൽ. അപ്പൊ സ്വാഭാവികമായും നാട്ടിൽ വികസനം ഉണ്ടാവണമെങ്കിൽ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പരിഷ്കാരം കൊണ്ടുവരണം. ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ അതിനെ ഇവർ എതിർക്കുന്നത് എന്താണ് ഞാൻ ചോദിച്ചത്. എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം അവരല്ലേ പറയേണ്ടത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഇവർ പറയുന്നത് ഉത്തരേന്ത്യ മുഴുവനും BJP ആണ്, അതുകൊണ്ട് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കും. അങ്ങനെ കൂടുതൽ കൊടുത്താൽ അവർ സ്ഥിരം അധികാരത്തിലിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഉത്തരേന്ത്യ മുഴുവനും BJPക്ക് നിങ്ങൾ തീരെഴുതി കൊടുത്തോ എന്ന് ചോദിച്ചത്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറഞ്ഞത്, 84-ാം ഭേദഗതി പ്രകാരം സ്വാഭാവികമായിട്ടും സെൻസസുമായി ബന്ധപ്പെട്ട്, ഏറ്റവും അടുത്ത സെൻസസുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് 2026 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു ക്ലാരിറ്റി ലോക്സഭയിൽ വരാനുണ്ട്. അപ്പൊ അത് ചർച്ചയിൽ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, ഒട്ടും ഭയപ്പെടേണ്ടതില്ല, ഒരാൾക്ക് പോലും വിഷമിക്കേണ്ടതില്ല, ഒരു സംസ്ഥാനത്തോടും അനീതിയില്ല, എല്ലാവർക്കും ഇന്ന് എന്താണോ നടന്നിട്ടുള്ളത്, ഇന്ന് 20 സീറ്റാണ് കേരളത്തിൽ, 80 സീറ്റാണ് UP യിലെങ്കിൽ ഇതേ താല്പര്യവും ഇതേ സമീപനവും ആയിരിക്കും ഭാവിയിലും ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വാക്കൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചില്ല, പോയി വീട്ടിലിരിക്കേണ്ടി വരും. ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചതുകൊണ്ടാണ് 11ാമത്തെ വർഷവും ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യൻ ജനത അല്ലാണ്ട് ഓട് പൊളിച്ചിറങ്ങി വന്നതല്ല. ഇവിടുത്തെ ഒരു മിനിറ്റ് ഞാൻ തീർത്തോട്ടെ. ഓട് പൊളിച്ചിറങ്ങി വന്നതല്ല. കോൺഗ്രസിന്റെ വക്താക്കൾ പറയുന്നത് പോലെ എവിടെ, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. കോൺഗ്രസിന്റെ വക്താക്കൾ പറയുന്നത് പോലെ എവിടെ കുത്തിയാലും താമര വന്നിട്ടല്ല. ഇന്ത്യൻ ജനത വനിതാ സംവരണം കൂടി ഉള്ളതാണ്. അതുകൊണ്ട് നാരി ശക്തിയെ കുറിച്ചാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ബാഡ് ഇന്റൻഷൻസ് രാജ്യത്തെ വനിതകൾ തിരിച്ചറിയുമെന്ന് പറഞ്ഞു. നിങ്ങൾ യോജിക്കുമോ ഇന്ത്യ മുന്നണി? ഒരിക്കലുമില്ല. ഒരു ഭരണഘടനാ ഭേദഗതിയുടെ ഉള്ളടക്കത്തിന്റെ ഭാഗമല്ലാതെ ഷെഡ്യൂളായിട്ടോ അനക്ഷറായിട്ടോ കൊണ്ടുവരുന്നതിന് എന്താ പ്രസക്തിയിരിക്കുന്നത്? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അതായത് ജനസംഖ്യയ്ക്ക് ചുരുക്കം. ഒരു സെക്കൻഡ് സാർ. അപ്പൊ ചുരുക്കം വനിതാ സംവരണത്തിന് താല്പര്യമില്ല അല്ലേ? വനിതാ സംവരണത്തിന് താല്പര്യമുണ്ട്. നിലവിൽ നാളെ വനിതാ സംവരണം നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എവിടെ 23 ഞങ്ങൾ പറഞ്ഞതാണ്. 543 അംഗ ലോകസഭയിൽ ഇപ്പോൾ വനിതാ സംവരണത്തിന്റെ താല്പര്യമില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 2029 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇലക്ഷൻ അല്ലേ? അപ്പോ ഇനി നടക്കാൻ പോകുന്ന സെൻസസിന്റെ ഡാറ്റ എടുത്ത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ച് ഡീലിമിറ്റേഷൻ ഒക്കെ നടത്തി വരുമ്പോഴത്തേക്കും അടുത്ത ഇലക്ഷൻ കഴിഞ്ഞു പോവില്ലേ സാർ?